ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചു അങ്ങേ തലക്കായിരിക്കുന്നു. ഓനവിടെ വെറുതെ കഴിച്ചോണ്ടിരിക്ക. ഓനതാ കാണാത്ത ലച്ചുതാ ഇങ്ങനെ തലക്കൽപ്പടിയുണ്ട്. സ്കൂള് പൂട്ടി. അപ്പൊ ഇനിയിപ്പോ കുറച്ചു ദിവസം 10 ദിവസം ലീവ്. അപ്പൊ ഇനി കുറച്ചു ദിവസം നമുക്ക് ഇങ്ങനെ യാത്രകളായിരിക്കും. അപ്പൊ ഇന്നിപ്പോ നമ്മളെന്താ വെച്ചാല് ഇവിടെ ചീമേനി ഭാഗത്തൊരു 1 ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പൊ രാവിലെ ഇന്നലെ വൈകുന്നേരം വിളിച്ചാണ്. അപ്പൊ ഇന്ന് നമ്മള് ചെല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചീമേനിയിലോട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറഞ്ഞാല്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചീമേനിയിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലെ. കുറെ സ്ഥലങ്ങൾ കച്ചവടമായി പോയതുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം 1 ഏക്കർ ഫ്ലോട്ട് വിൽപ്പനയ്ക്ക് ഉണ്ട്. പോയി നോക്കാം. റബ്ബർ തോട്ടാന്നാ പറഞ്ഞത്. റബ്ബർ എങ്ങനെയുള്ള തോട്ടാണാവല്ലേ? ടാപ്പിംഗ് ആക്കണൊക്കെ ആകോ? ടാപ്പിംഗ് ആക്കണ എന്താ അറിയില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് എടുക്കാലോ. റബ്ബർ തോട്ടാണെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കുക. അങ്ങനെയല്ല, മരം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, പാട്ടത്തിനോ അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ പോയി നോക്കാം നമുക്ക് എങ്ങനെയുള്ള തോട്ടം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാവും സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ പോയി നോക്കാം അല്ലെ. വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറുണ്ടാകാം. 1 മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് ഇവിടുന്ന്. നമ്മള് ഇങ്ങനെ ഒരു വഴി കൂടെ അല്ല പോയി. നമ്മളിങ്ങനെ പോണ വഴി നമ്മള് തിരിച്ചു വരലില്ല. തിരിച്ചു വരും അല്ലെ. നമ്മളിപ്പൊ പോണത് നമ്മൾ ഇതിലെയാ പോണത്. ഇതിലെയാ സ്ഥലം വരുന്നത് ഇരിയെ കൂടെ പോയിട്ട് പിന്നെ നമ്മള് അതിലെങ്ങനെ കേറും. ചീമേനി പിന്നെ ചായ എണ്ണപ്പാറന്ന് ചായവത്ത് പോകും. ചായവത്തുനിന്ന് കയ്യൂര് പോകും. കയ്യൂരിന്ന് പിന്നെ ചീമേനി. അപ്പൊ അങ്ങനെയാണ് നമ്മളിന്ന് പോണത്. ഇന്നത്തെ യാത്ര സെറ്റ് ചെയ്തത്. ചിലപ്പോ തിരിച്ചു വരുന്നത് ചിലപ്പോ നമ്മള് അറിയില്ല നീലാചരം വഴിയോ ചിലപ്പോ നമ്മള് അതിന്റെ ഹൈവേ കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരട്ടോ. അത് അപ്പത്തെ ഇതുമായിരിക്കാണ്. ചിലപ്പോ ഉച്ചക്ക് മടുത്ത് വരെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ പിന്നെ നമ്മളെ കാണുന്ന ചങ്കളാരേലും നമ്മളെ ഈ ചീമേനി ഭാഗത്തോ കണ്ണൂർ ഭാഗത്തോ ഒക്കെ ഇവിടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞാല് പറഞ്ഞു കൊടുത്താൽ വെച്ചു. നമ്മുടെ നമ്പർ എത്രയാണ്? 98 95 86 86. അപ്പൊ അതില് വിളിക്കാം. വേണ്ടല്ലേ ഞങ്ങള് നമ്മളെ ഈ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്താ. കാസർഗോഡ് ജില്ല. അങ്ങനെ നമ്മള് ഏകദേശം ഇരിയെ എത്താനായിട്ടുണ്ട് ഇപ്പൊ. ഇതാണ് നമ്മളെ ടൗണ് ഇരിയ. നമ്മളിവിടെ വന്നിട്ട് കൊറേ ആയില്ലേ? 4 വർഷം 5 വർഷത്തെ ആയില്ലേ ഇരിയയിലെത്തിയിട്ട്? കൊറേ ആയി ഇവിടെ. ഇന്നോവ പോണോ? വൈറ്റ് കളറിലെ വൈറ്റ് കളർ ഇന്നോവ. ഇരിയ സ്കൂളുണ്ടോ? സ്കൂളാണ് ഈ കാണുന്നത്. എല്ലായിടും അവധിയായി. നോക്ക് ഇവിടെ പൂക്കള്, കടലാസ് പൂക്കള്. കിച്ചു എന്തോ പറയണ്ടല്ലോടാ. അതെ, ഇതാണ് നമ്മളെ ഇരിയ ടൗൺ കേട്ടോ. ഇരിയ ടൗണിൽ കൂടെ ഇങ്ങനെ പോവാണ് നമ്മള്. ഇരിയ ടൗണിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മള് യാത്ര മുന്നോട്ട് പോവാണ്. അത് നല്ല സ്റ്റൈലായിട്ടുണ്ട് ആ സാധനം. ഗണപതി വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തുള്ളി മറിയാണല്ലേ. സ്റ്റാർ ഉണ്ടല്ലോ അതില്. ഇവിടത്തത് ഇത് വേറെ സൈസ്. ഇത് വേറെ. ഇത് ഈ ഇടയ്ക്ക് ഇവിടെ പോയപ്പോ വാങ്ങിയതാ വയനാട്ടിൽ നിന്ന്. ഇതും അങ്ങനെ തന്നെയാ. ഇത് നമ്മള് വയനാട്ടിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയതാണ്. 200 100 200 അല്ലേ? എനിക്ക് കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോ ഞാനത് വാങ്ങി. ഒന്നും നോക്കില്ല. നല്ല രസമുണ്ട്. പൈസ ഒന്നും ഞാൻ നോക്കില്ല. എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിയെടുത്തിട്ടല്ലേ. നമ്മുടെ ചെക്കൻ ഇന്ന് ഭയങ്കര മൂഡൗട്ട്. അവൻ എന്താ കുറച്ച് ഗെയിമിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അലമ്പാക്കണ്ട്. ഗെയിം കളിക്കാൻ. ലച്ചോ ഓനെ നമുക്കൊരു ഗെയിമർ ഉണ്ടാക്കിയാലോ? കൊറേ ഗെയിം കളിക്കുന്നുണ്ട്. കണ്ണിന് ആദ്യം ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് വേണം ഗെയിമുകാരനാക്കാൻ. ഓന്റെ കണ്ണിന് എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്? വളവിന് തന്നെ തിരി
ഇതില് ബസ് ഉണ്ടല്ലേ? കാഞ്ഞങ്ങാട് പോണ ബസ്സാണല്ലോ അത്. ഇതിലോട്ട് പോലെ നമുക്ക് ഭഗവതി എണ്ണപ്പാറ കാവ് ദേവസ്ഥാനം. നേരെ ഇതിലങ്ങനെ പോവാം. ഇത് നമ്മളെ എണ്ണപ്പാറ. എണ്ണപ്പാറ ടൗൺ. ചെറിയൊരു അങ്ങാടിയാണ് കേട്ടോ, വലിയ ടൗൺ അല്ല. അപ്പൊ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ചായോത്ത് എത്താം. ചായോത്ത് ഇതിൽ നമ്മൾ സ്ഥിരം വരുന്ന റൂട്ടാട്ടോ. എന്നും ഇതില് തന്നെ ഒരുവിധം എല്ലാ ദിവസവും ഇതിൽ തന്നെ നമ്മളുണ്ട്. ഈ ഒരു ഏരിയയിലെ സ്ഥലങ്ങളൊക്കെ വെക്കാണ്ടെങ്കിലൊക്കെ ഒന്ന് വിളിച്ചോളി. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ മലപ്പുറത്ത് നിന്നൊക്കെ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ചങ്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലക്ക് സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല നല്ല കിടിലം സ്ഥലങ്ങൾ നമുക്ക് വാങ്ങിത്തരാം. റബ്ബർ തോട്ടാണെങ്കിൽ റബ്ബർ തോട്ടം ഏക്കറിനൊക്കെ ചെറിയ റേറ്റ് 10 ലക്ഷം റുപ്യ 12 ലക്ഷം റുപ്യ, ചിലപ്പോൾ അതിലേറെ കുറച്ചും കിട്ടുന്ന തോട്ടങ്ങളുണ്ട്. പിന്നെ കാര്യസ്ഥലമാണെങ്കിൽ അങ്ങനെയുണ്ട്, ആദായമുള്ളതാണെങ്കിൽ അങ്ങനെയുണ്ട്. ചാനലുണ്ട്, സ്വർഗ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞ ചാനലുണ്ട്. അപ്പൊ ആ ചാനൽ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല നല്ല കിടിലം കിടക്കാച്ച സ്ഥലങ്ങൾ നമുക്ക് നാട്ടിൽ കിട്ടുന്നൊക്കെ 1/3 വിലക്ക് നമുക്ക് ഇവിടെ കാസർഗോഡ് വാങ്ങാം. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. നല്ല മണ്ണുള്ള സ്ഥലങ്ങളുണ്ട്. കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. കവുങ്ങും കണ്ടില്ല നിങ്ങള്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, റബ്ബറുണ്ട്, എല്ലാം നല്ലോണം പിടിക്കുകയും ചെയ്യട്ടോ. സ്ഥലങ്ങൾ നോക്കിയിട്ട് വാങ്ങണം. പിന്നെ അല്ലേ, കാസർഗോഡ് സ്ഥലം കിട്ടാണ്ടാറാണ് പാഞ്ഞെന്നാണ്ട് എടുത്തിട്ട് മണ്ണുണ്ടോ പാറുണ്ടോ കല്ലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നമ്മളെ കൃഷിക്കൊക്കെ പറ്റുന്ന അനുയോജ്യമായുള്ള മണ്ണാണോന്നും കൂടി ചെക്ക് ചെയ്യാം. കാഞ്ഞിരപ്പൊയിൽ. അപ്പൊ ഇതാണ് കാഞ്ഞിരപ്പൊയില് ടൗൺ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ടൗൺ ആണ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാട് പോവാം. കാഞ്ഞങ്ങാട് അല്ലേ? ഡീസൽ അടിച്ചതായി. ഡീസൽ അടിച്ചിട്ടായില്ലേ? 550 ഉറുപ്പിക അടിച്ചിട്ട് കേറിയില്ലേ? ഒരു ഹമ്പുണ്ട്. നമ്മളറിയായിരിക്കും. നമ്മളെ ചാനൽ കണ്ടിട്ട് നമ്മളെ അറിയുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മളെ വണ്ടി മതാക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, പേര് വലിയ സ്റ്റിക്കർ ആക്കിയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ അത് കാണുമ്പോ പ്രത്യേകിച്ചും ചിലർക്കെല്ലാം കാണുമ്പോ അറിയാം. പേര് നമുക്ക് കൃത്യം മാറ്റിയാലോ അല്ലേ? പേരെടുത്ത് മാറ്റേണ്ടി വരും. ഏതാ പോന്റെ ഉറക്കം നോക്കാം. തലോണ ഇതെടുത്തില്ല. പുതപ്പെടുക്കാൻ മറന്നിട്ടുണ്ട്. ഈ സീറ്റേ കെട്ടുന്നിട്ട് ഇറക്കി എടുത്തിട്ടുണ്ട്. പുറക്കാൻ ഉറക്കം വരുന്നുണ്ട് അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. അപ്പൊ തന്നെ ഒന്നും ഉറങ്ങണ്ട. ഉറങ്ങി എഴുതിട്ട് കുളിയും കഴിഞ്ഞ് പോകാന്നല്ലേ ഉള്ളൂ അല്ലേ? ഇച്ചുവിന് ഉറക്കം വരുന്നുണ്ട്. കണ്ടില്ലേ, തൊപ്പിയെല്ലാം മുഖത്തിട്ട് സ്റ്റൈലാക്കിയാണ് കിടക്കണത്. കൊച്ചു കള്ളൻ. അപ്പൊ അപ്പുറത്തില്ലേ ഓണത്തിനൊക്കെ ആവുകയല്ലേ? എന്താ പറഞ്ഞേ? ക്രിസ്മസ്ട്രീയോ? ഈ ലച്ചുവിന്റെ ഒരു കാര്യം, ക്രിസ്മസ്ട്രീ അല്ല, അത് വെറുതെ പറയണടാ. അതെന്ന് പണി കഴിഞ്ഞിട്ട് നിങ്ങള് പിന്നെ ഇതിലധികം വന്നിട്ടില്ലല്ലേ? ഓ അല്ല, ഓലധികം വരലില്ലല്ലോ. ഓല് വന്ന അങ്ങനെ നമ്മളെ ഈ വഴിക്കല്ലല്ലോ അധികം വരവ്. ചെറുപുഴ ചുറ്റാരിക്കലല്ലേ കൂടുതല്. ആ വീടിന്റെ പണി കഴിഞ്ഞൊന്നും ഒരു കണ്ടിട്ടില്ല. റോഡേതായാലും കുറച്ച് ഇങ്ങനെ പൊട്ടിച്ചൊട്ടിച്ചിങ്ങനെ ഇടയ്ക്ക് താന്നും പൊതിയും പോലെ ആയിട്ട് പണിക്ക് ഭയങ്കര ഇളക്കം. ഷെയ്ക്കോ അങ്ങനെ തുള്ളുക. മിൽക്ക് ഷേക്കില്ലേ? കിച്ചു ബസ്സാണ്ടേ? ബസ്സിന്റെ പുറകിലുണ്ട് കിച്ചു എന്ന് പേര്. അങ്ങനത്തെ നമ്മളിപ്പോ ചായയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചായോ പോയി കഴിഞ്ഞാല് നീലേശ്വരം നാടകമാ നാടകം
നാടകമാ നാടകമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് ചായയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ. നീലേശ്വരത്തേക്ക് പോണ ബസ്സാണ്. നീലേശ്വരം കാഞ്ഞങ്ങാട്. ഇത് വേറെ റൂട്ട്. ഒന്നും അധികം ദൂരമൊന്നുമില്ലല്ലേ നീലേശ്വരം കാഞ്ഞങ്ങാടൊന്നും? 5-10 കിലോമീറ്റർ ഉണ്ടാവും. ഇത് വേറെ റൂട്ട്. അത് നേരെ പോയി കഴിഞ്ഞാല് കൊന്നക്കാട് മാലോത്തൊക്കെ പോവാം. ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാല് കയ്യൂര്, ചെറുവത്തൂര്, ചീമേനി, കയ്യന്നൂര്, കണ്ണൂര് പോവാം. ഇല്ലാട്ടാ നമ്മള് പോവാം. ഞങ്ങള് തിരക്കില് പോവാണ്. ചിലപ്പോ നിങ്ങള് പോണടത്തേക്ക് ആവില്ല ചിലപ്പോ ഞങ്ങള് പോണത്. നമ്മളും നിങ്ങളും വേറെ വഴിക്കാവൂലേ? ലിഫ്റ്റ് കുറച്ചൊണ്ടാക്കി കൊടുക്കാനേ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. നമുക്ക് ഏകദേശം 1 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ നമ്മളെ പറഞ്ഞ സ്ഥലത്തോട്ട് പോരണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ 1 മണിക്കൂറൊക്കെ കാണുള്ളൂ. കുറച്ചല്ലേ ഉള്ളൂ. എത്താനായിട്ടുണ്ട്. നമ്മളെ ചെക്കൻ കണ്ടവിടെ ബസ്സില് പിടിച്ചിരിക്കണ മാരിക്കാണ്ട് അതേമാ പിടിച്ചിങ്ങനെ ഇരിക്കണം അവന്. അങ്ങനെ നമ്മള് പെൻഷൻ മുക്ക് എത്തിയപ്പോ ഇവിടെ ഒരു സ്ഥലപ്പേരുണ്ട് പെൻഷൻ മുക്ക്. ഇവിടെ ഇഷ്ടംപോലെ വീടുകൾ വലിയ വീടുകളല്ലേ. ഇപ്പുറത്തും ഉണ്ട് കണ്ടല്ലേ. ഇവിടെ ഒക്കെ ഉണ്ട് നല്ല നല്ല വീടുകൾ. പെൻഷൻ മുക്ക് ഈ സ്ഥലത്തിന്റെ പേരാണ് പെൻഷൻ മുക്ക്. നമ്മള് പെൻഷൻ മുക്കിനോട് വിട പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇവിടെ നോക്കിയത് ഭയങ്കര ഒരു ഇറക്കവും വളവുമാണ് കേട്ടോ. ഇവിടെ 2 വളവുണ്ട്. ഭയങ്കര വളവ്. ഇവിടുത്തെ ഏറ്റവും നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ചെല്ലുന്ന സ്ഥലമാണ്. ചുത്തിവളവ് നിങ്ങള് പേരിട്ടതാ. നല്ല രസമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. കയ്യൂരിന്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കില് വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ടല്ലോ റോഡിലോട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അരയാക്കടവ് പാലത്തിന്റെ അടുത്ത് എത്തി നമ്മള്. ഇതാണ് അരയാക്കടവ് പാലം. എത്തി ഗായ്സ്. അരയാക്കടവ് പാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. കണ്ടോ ദ്വീപല്ലേ? കണ്ടില്ലേ? ഇനി അപ്പുറം നോക്കിക്കോ. പിടിച്ചോ. ഏതാ മുതലക്കിടിലൻ സ്ഥലാട്ടത്. നല്ല രസാണ് കേട്ടോ. ആ ദ്വീപിലൊക്കെ കണ്ടില്ല ഫുള്ള് തെങ്ങാണ്. തെങ്ങും തോട്ടാണ് ആ ദ്വീപ് മൊത്തം. അക്കരെ ഇക്കരെ മൊത്തം തെങ്ങും തോട്ടം അല്ലെ. അങ്ങോട്ട് ബാക്കിലുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ. ഏതാ മുതല് സൂപ്പർ സ്ഥലം അല്ലെ. ഫുള്ള് തെങ്ങും തോട്ടം ഇതൊക്കെ ആയിട്ട്. പിന്നെ നമ്മളെ അരയക്കടവ് പാലം. പിന്നെ നമ്മളെ കയ്യൂർ രക്തസാക്ഷി മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. അത് ഇവിടെ ഈ റോഡിനല്ലേ? ഈ റോഡിനോട് ജസ്റ്റ് എത്ര 1-2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കയ്യൂർ രക്തസാക്ഷി മണ്ഡപം കാണാം. പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റൈല് സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് ഈ കാണുന്നതാണ്. ഈ ഒരു അമ്പലവും ഈ ഒരു നെൽപ്പാടവും ഇവിടെയൊക്കെ ഫുള്ള് കൃഷി ഇറക്കിട്ടോ. അടുത്ത ട്രിപ്പ് നോക്കിയേ. ഈ പാടത്തിന്റെ നടുക്കുള്ള അമ്പലം. ആ ഒരു ഭംഗി വേറെ രസമാണ്. എന്തേ ഫുള്ള് കൃഷി ഇറക്കിട്ടോ. അടുത്ത ട്രിപ്പ് എല്ലാം വിത്ത് നട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോ നല്ല രസമായിരിക്കും കാണാന്. കണിക്കൊന്ന പൂത്തല്ലോ. നേരത്തെ പൂത്തു. ഭ്രാന്തൻ കൊന്നയാണ്. ഭ്രാന്തൻ കൊന്ന. നമ്മൾ ഈ കയറ്റം കയറി അങ്ങോട്ട് എത്തുന്ന ടൗൺ ആണ് കയ്യൂർ ടൗൺ കേട്ടോ. ഇവിടെ ഒരു എസ് വളവുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നൊന്നും കാണുന്നല്ല. വലിയൊരു മൺതിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നമ്മള് കയ്യൂർ എത്തിയപ്പോ. കയ്യൂർ ഗ്രാമം ഇതാണ് കയ്യൂർ. കയ്യൂര് പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. സ്കൂളാണ് കാണുന്നത്. സ്കൂളാണ്. ഹയർ സെക്കൻഡറി സ്കൂള്. വലിയ സ്കൂളാണ്. പിന്നുള്ളത് ആണല്ലേ. പിന്നെ നമുക്ക് ഇനി ഇവിടുന്ന് അതാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. പിന്നെ നമുക്ക് ചെറുവത്തൂര് പോവാന് ഇവിടുന്ന് നേരെ വലത്തോട്ട് പോവാണെങ്കിൽ ചെറുവത്തൂരിന് നമുക്ക് ഇടത്തേക്കാ പോകേണ്ട ചീമേനിക്ക്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മളെ ഹെൽത്ത് സെന്റർ. അതെ, ഫാമിലി ഹെൽത്ത് സെന്റർ. ഇതാണ് നമ്മളെ കയ്യൂരിലെ ഹോസ്പിറ്റല്. അതുപോലെ തന്നെ മിൽമയാണ് ഇവിടെ.
ക്ഷീര അപ്പുറത്ത് മേലെ ഖാദിയുടേതുണ്ട്. പിന്നെ അപ്പുറത്ത് കാണുന്നത് വില്ലേജ് ഓഫീസാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ സൗകര്യമുള്ള ടൗൺ ആണ്. ഇവിടെ ടൂറിസത്തിന്റെ എന്തോ ഇതുണ്ടല്ലോ അല്ലേ. കയ്യൂര് എന്ന് പറഞ്ഞാൽ കിടിലൻ ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കേട്ടോ കയ്യൂര് എന്ന് പറഞ്ഞാൽ. നല്ല സ്റ്റൈലായിട്ടുള്ള സ്ഥലം. അപ്പൊ ഇനി നമുക്ക് നേരെ ചീമേനിക്ക് വെച്ച് പിടിക്കാം. എന്താ ഹൾക്കോ അതാ നറൂട്ടോ എന്തൊക്കെയാണ്. ഇവിടെ പുതിയ ടവർ വരുന്നുണ്ടല്ലോ അല്ലേ. കുസുമ എന്താ എന്താ പേരൊക്കെ? അതാണ് സംഭവം. കാർട്ടൂണാ? ഇങ്ങോട്ട് വരുമ്പോ ഫുള്ള് കൊറേ വെട്ടുകല്ല് ആയില്ലേ. വെട്ടുകല്ലിന്റെ ഏരിയ ആണ്. ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. കൊറേ ഈ ഭാഗത്ത് കുറച്ച് എന്താ പറയാ കൃഷികളൊക്കെ കുറവുള്ള ഏരിയ ആണ്. കൊറേ വെട്ടുപാറയും സംഭവങ്ങളൊക്കെ. ഇവിടെ ഒരു കുഞ്ഞ വീടുണ്ട്. നിറയെ ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടുണ്ടാവില്ലേ. ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി ചെയ്യുന്നതാണല്ലേ. ഫാക്ടറി അത്. അവിടെ എന്തോ ഒരു ഫാക്ടറി ഉണ്ട്. അങ്ങനെ നമ്മള് അടുത്തത് എത്താൻ പോണത് എവിടെയാന്ന് അറിയോടാ? യെസ്, അങ്ങനെ നമ്മള് ചീമേനി ടൗണിക്കാണ് ഇപ്പൊ പ്രവേശിക്കാൻ പോണത്. ഓക്കെ. ടർക്കിക്കകത്ത് എഴുന്നേറ്റ് നോക്ക്. ചീമേനി ടൗൺ ഇതാണ് ചീമേനി ടൗൺ. അങ്ങോട്ട് നോക്കാൻ നേരല്ലടാ. ഞാൻ ടൗണ് കാണിക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് പോവാണെങ്കില് എങ്ങട്ടാ? ചെറുവത്തൂരോട്ട് പോണ ബസ്സാണത്. ചെറുവത്തൂർ. ഇതാണ് നമ്മളെ ചീമേനി ടൗൺ കേട്ടോ. കാണാത്തവരുടെ കണ്ടോളി. ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞു പോകണം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തും ചെറുപുഴ അല്ലേ. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ മുക്കട പാലം കയറി നമുക്ക് മാലവും കുന്നക്കാട് വഴി പോവാം. വെള്ളരിക്കുണ്ടൊക്കെ പോവാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പയ്യന്നൂര് കോത്തായിമുക്ക് ഒക്കെ അങ്ങോട്ടൊക്കെ പോണ സ്ഥലം. മാതമംഗലോ തളിപ്പറമ്പൊക്കെ പോവാല്ലേ. പോവാം. അപ്പൊ ഇതാണ് നമ്മളെ ചീമേനി ടൗൺ. വലിയ ടൗൺ ആണ് കേട്ടോ. 4 ഭാഗത്തേക്കും അല്ലേ. വലിയ ടൗൺ പറഞ്ഞാ ഇതിപ്പോ കണ്ടില്ലേ എത്രങ്ങാനും ഉണ്ട് അങ്ങാടിന് അല്ലടാ. വലിയ ടൗൺ ആണ് കേട്ടോ. സെറ്റപ്പ് ടൗണാ. വലിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചങ്ങളെ ഫുള്ള് വെട്ടുകല്ലിന്റെ ഏരിയ കേട്ടോ. വെട്ടുകല്ലും ഇങ്ങനെ ഫുള്ള് പാറയാണ് ഇവിടെ. അപ്പുറം ഫുള്ള് ആ ഭാഗത്തേക്ക് കണ്ടില്ലേ. പിന്നെ ഇതൊക്കെ സർക്കാരിന്റെ സ്ഥലമാണെന്നുണ്ട്. ഗവൺമെന്റിന്റെ PCK പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലമാണ്. JCB അഴിച്ചു തന്നേക്കണേ. കണ്ടില്ല ഞങ്ങള് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം. അജ്ജായി മുതൽ സ്ഥലം. ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ കൊറേ ദൂരം വരെ ഇങ്ങനെ കാണാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് ചീമേനി ടൗൺ വരെയാണ് കേട്ടോ. ചീമേനി ടൗണും സംഭവങ്ങളൊക്കെ മൊത്തത്തിലും നിങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് പോയി കഴിഞ്ഞാല് നമുക്കൊരു വീടും അല്ല ഒരു ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വന്നതാണ്. അപ്പൊ വീഡിയോ എടുക്കണം. നമുക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യാട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് തെരഞ്ഞു നോക്കട്ടെ ഇവിടെ അടുത്ത് എവിടെയാണ് ആ പ്ലോട്ട് ഉള്ളത് എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഫോളോ ചെയ്യണം. പിന്നെ അതേപോലെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പൊ നമ്പർ വീഡിയോക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ.